ലേഡീസ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ മസിൽ ബിൽഡാവും എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ പൊട്ടത്തരാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആ ക്ലയൻറ്റ് ഒരുപാട് കാലമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന, ഒരു 6 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുന്ന. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചാൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ കാർഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ, അതായത് ത്രെഡ്മില്ല്, സൈക്ലിങ്, ജമ്പിങ് ജാക്സ്, കുറച്ച് ഐനീസ്, കുറച്ച് ആപ്സ് വർക്കൗട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ കാരണം അന്വേഷിച്ചു. അപ്പോൾ ആൾ പറയുന്നത് വെച്ചാൽ വെയിറ്റ് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് ബിൽഡ് ആവില്ല, എനിക്ക് മസിൽസ് വേണ്ടാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ജെൻസ് വേ പ്രോട്ടീനും ക്രിയാറ്റിനും എല്ലാ സപ്ലിമെന്റ്സും യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് മസിൽ ബിൽഡ് ആവുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ബിൽഡ് ആവും? നിങ്ങൾ അത്ര ഉദ്ദേശിച്ചാൽ മതി. ഒരിക്കലും മസിൽ ലേഡീസിന് വളരാൻ പോകുന്നില്ല. കാരണം രണ്ടാളെ ഹോർമോൺസ് ഡിഫറെൻ്റ് ആണ്. ഓൾറെഡി ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ പോലും പലർക്കും പേടി മാറിയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് ലേഡീസ് വെയിറ്റ് ട്രെയിൻ ചെയ്യണം. നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസം ഇൻക്രീസ് ആവും, അതുവഴി ഫാറ്റ് ലോസ് നല്ല കൃത്യമായിട്ട് നടക്കും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് കാർഡിയോ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂറൊന്നും നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡയറ്റും അതേപോലെ തന്നെ നല്ലൊരു വർക്കൗട്ട് പ്ലാനൊക്കെ ഷെഡ്യൂൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പല ലേഡീസും ജിമ്മിൽ പോകുന്നില്ല. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഈ ത്രെഡ്മില്ലിൽ കുറച്ച് നടക്കും, പിന്നെ സൈക്കിൾ ചെയ്യും. ഇവരോട് ചോദിക്കുമ്പോൾ മസിൽസ് ബിൽഡ് ആവുന്നത്. എങ്ങനെ മസിൽസ് ബിൽഡാനാണ്? ഒരിക്കലും ബിൽഡ് ആവില്ല. നിങ്ങൾ മനസ്സിലാക്കി. പല ലേഡീസിനും ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ കഴിക്കുന്നത്? ചോറും കുറച്ച് കറിയും വെജിറ്റബിൾസും കഴിക്കും. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്നും കഴിക്കില്ലേ ചോദിക്കുമ്പോൾ, ഇല്ല ജോലിക്ക് പോകുന്നതുകൊണ്ടും അല്ലെ വീട്ടിലെ പണി കൊണ്ടൊന്നും ഇതൊന്നും കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറയും വേ പ്രോട്ടീൻ യൂസ് ചെയ്തോന്ന്. ഇപ്പോൾ ഒരു വേ പ്രോട്ടീനോ? മസിൽസ് ബിൽഡ് ആവില്ലേ? എന്നാൽ വേ പ്രോട്ടീൻ ശരിക്കും മസിൽസ് ബിൽഡാനുള്ള സംഭവം അല്ല. ചിക്കനും എഗ്ഗും ഫിഷും ഒന്നും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു 24 ഗ്രാം പ്രോട്ടീന് ഈ ഒരു ഒറ്റ സ്കൂപ്പ് നിന്ന് കിട്ടും. നിങ്ങൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക, അതിലേക്ക് ഒരു സ്കൂപ്പ് തക്കുക, ഷേക്ക് ചെയ്യുക, ജസ്റ്റ് കുടിക്കുക, അത്രേ ഉള്ളൂ. ഇതിൽ സിറോയിഡ്സോ കാര്യങ്ങളോ അല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിറോയിഡ്സും വേ പ്രോട്ടീനും തമ്മിൽ നല്ല അന്തരമുണ്ട്. പിന്നെ ലേഡീസിന് ഒരിക്കലും മസിൽസ് ബിൽഡ് ആവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇത് സ്റ്റഡീസ് തന്നെ തെളിയിച്ച. ജെൻസ് തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല ബോഡിയിൽ. പിന്നെ നിങ്ങൾക്ക് തന്നെ വരും. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിൻ ചെയ്യുക, നല്ല പ്രോപ്പറായ ഡയറ്റ് പ്ലാൻ എടുക്കുക, നല്ല രീതിയിൽ വാട്ടർ ഇൻടേക്ക് ചെയ്യുക, നല്ല രീതിയിൽ സ്ലീപ്പ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ പല ലേഡീസിനും ഫാറ്റ് ലോസിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ PCOD, തൈറോയിഡ്, യൂറിക് ആസിഡ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ കുറേ നടന്നുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിൻ ചെയ്യും. നിങ്ങൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. പല ലേഡീസും പറയുന്നുണ്ട്, എനിക്ക് PCOD ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഒബീസാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ വർക്കൗട്ടും ചെയ്യുന്നില്ലല്ലോ? അപ്പോൾ പറയും, ഞാൻ വീട്ടിലെ ജോലി ഒരുപാട് ചെയ്യുന്നുണ്ട്. വീട്ടിലെ ജോലിയും നമ്മൾ ജിമ്മിലെ വർക്കൗട്ടും തമ്മിൽ നല്ല അന്തരമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വേറൊരു സംഭവം, ഇത് വേറെ സംഭവം. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒരിക്കലും. എൻ്റെ ഒരു ഒപ്പീനിയൻ, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യണം, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. പക്ഷെ പല ലേഡീസിനും അതൊന്നും പറ്റുന്നില്ല. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ ജോലി, ഹസ്ബൻഡ് വിടുന്നില്ല, ബ്രദർ വിടുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ ജിമ്മിൽ പോയി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 2 ഡംബിൾസ് വാങ്ങുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരു ബാൻഡ് വാങ്ങി യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഈ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെറ്റബോളിസം ഇൻക്രീസ് ആവും, സ്ട്രെങ്ത്, എൻഡ്യൂറൻസ് എല്ലാം ഓക്കെ ആവും. പിന്നെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല രീതിയിൽ മാറി കിട്ടും. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിൻ ചെയ്ത് ഒരിക്കലും മസിൽസ് ബിൽഡ് ആവില്ല. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മസിൽസ് ബിൽഡ് ആവില്ല. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഫോക്കസ്.